ഇന്ന് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാലയാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് അടർത്തി എടുക്കാം ആദ്യം തന്നെ നമുക്ക്. അതിനുശേഷം കുറച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് നേരം അതിൽ നമുക്ക് മുക്കി വെക്കാം കേട്ടോ. നന്നായി വെള്ളം തിളച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഒന്നും കൂടി നന്നായിട്ട് കഴുകിയ ശേഷം ഒരു കോരിയിൽ ഊറ്റി വെക്കേണ്ടതാണ്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി നോക്കണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഉള്ളിയൊക്കെ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 12 വെളുത്തുള്ളി അല്ലിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പെരുംജീരകം, 1/2 ടീസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതേമാതിരിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി തക്കാളി അടി പിടിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അത് ഇളക്കി വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുന്നതാണ്. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാവേ. ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുറുകിയാണ് ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചില്ലേ 1 കപ്പ് വെള്ളം, അതിന് പകരം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി ആയിട്ട് എടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്, കോളിഫ്ലവർ മസാല. നിങ്ങൾ
ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.